എന്താ? അവൻ സംശയം വിട്ടുമാറാതെ തന്നെ അവളോട് ചോദിച്ചു. അതെ, ഞാൻ സത്യാ പറഞ്ഞത്. എന്നോട് അങ്ങനെയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് അയാളാണ്. അന്ന് ഏട്ടൻ ഓഫീസിൽ പോയ ദിവസം അയാൾ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അതും പറഞ്ഞ് അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ അത് ഇതുവരെ അളിയനോട് തുറന്നു പറയാഞ്ഞത്? അശ്വിൻ സംശയത്തോട് ചോദിച്ചു. അത് അയാൾ എന്നോട് പറഞ്ഞു, ഇത് പുറത്താരും അറിയരുതെന്ന്, അതവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുമെന്ന്. അവൾ അശ്വിനെ നോക്കി മറുപടി നൽകി. ഇതാണോ ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? കൂടെ നിന്ന് കൂട്ടുകാരനെ ഒറ്റിക്കൊടുക്കുകയും അവൻ്റെ സഹോദരിയെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്നതാണോ ഫ്രണ്ട്ഷിപ്പ്? നിനക്കെന്താ അത്രയ്ക്ക് ബോധമില്ലേ അമ്മോ? നിനക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലേ? നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അളിയനോട് തുറന്നു ചോദിക്കണം. അല്ലാതെ ആരെങ്കിലും വന്ന് പറയുന്നത് കേട്ടിട്ട് മരിച്ചുപോയൊരു പെൺകുട്ടിയെപ്പറ്റി ഇല്ലാത്തത് പറയുകയാണോ നീ ചെയ്യേണ്ടത്? അശ്വിൻ അവളെ വഴക്ക് പറയാൻ തുടങ്ങി. അവളെ ഒന്നും പറയേണ്ട അശ്വിൻ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടി അവന് ഇവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയും. അതുപോലെ ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ആകും. സിദ്ധു അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അയാൾ ഇതൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞത് അഭിയേട്ടൻ നേരത്തെ അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാ. പിന്നെ ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ എന്നോട് പറയുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല, അവൾ മറുപടി പറഞ്ഞു. എന്നാലും എന്തിനാ അവൻ എൻ്റെ മോളെ? എന്നെപ്പോലെയായിരുന്നു അവൾക്കവൻ. അതുകൊണ്ടാണ് ഞാനിവിടെ അവന് അമിത സ്വാതന്ത്ര്യം കൊടുത്തത്. അരുൺ എന്നോട് അവനെ വിശ്വസിക്കരുതെന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനവനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അവനെ തന്നെയല്ല, അവൾക്കും അവന് വിശ്വാസമായിരുന്നു. പക്ഷെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ല, അയാളാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. സിദ്ധിയോട് അങ്ങനെ ചെയ്തത് അയാളാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അയാളായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ. അശ്വിൻ മറുപടി പറഞ്ഞു. എല്ലാം കേട്ട് സിദ്ധു തകർന്നു പോയി. വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെ തൻ്റെ പെങ്ങളെ അവനത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾക്ക് അളിയനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അശ്വിൻ സംശയത്തോട് ചോദിച്ചു. അത് പണ്ട് ഞങ്ങൾ +1 +2 പഠിക്കുന്ന കാലത്ത് അവൻ മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുമായിരുന്നു. ഞാനവനെ അതിനെ എതിർത്തു. അവനിനി അത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു. പക്ഷെ പിന്നീട് സ്കൂളിലെ കൊച്ചുകുട്ടികൾക്കും അത് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാനത് സ്കൂളിലെ പ്രിൻസിപ്പാളിനെ അറിയിച്ചു. അവനെ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അത് എന്തോ എനിക്ക് വിഷമം തോന്നി. ഞാൻ കാരണം അവൻ്റെ പഠിപ്പ് മുടങ്ങിയതുപോലെ. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ കണ്ടു. അവനോട് മാപ്പ് ചോദിച്ചു. എനിക്കറിയാം അവൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ ആ ഒരു പ്രായത്തിൻ്റെ ആകും. ഒരിക്കലും സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തൊരു കുട്ടിയെ പിന്നീട് അവിടെയുള്ള ഒരു സ്കൂളിലും ചേർക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് അവനെ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ വിട്ടാണ് പഠിപ്പിച്ചത്. തന്നെയല്ല, അവൻ്റെ 1 വർഷം പോവുകയും ചെയ്തു. പോലീസ് കേസൊക്കെ അവൻ തൂത്തുമായിച്ചു കളഞ്ഞു. പക്ഷേ അപ്പോഴും ആ ചീത്തപ്പേര് നിലനിന്നു. പിന്നെ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എന്നെ തിരക്കി വരുന്നത്. അന്നവൻ ചെയ്തത് തെറ്റാണെന്നും ഇപ്പോൾ അവൻ തെറ്റ് മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരാൾ തെറ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അയാളുടെ കൂടെ നിൽക്കണമല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ സൗഹൃദത്തിലായി. സിദ്ധിയോടും എൻ്റെ അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ വലിയ കാര്യമായിരുന്നു. അവൻ എല്ലാവിധ സ്വാതന്ത്ര്യവും ഞങ്ങളിവിടെ കൊടുത്തിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ മോളെ, അതിന് മാത്രം ഒരു തെറ്റിൻ്റെ മോൾ അവനോട് ചെയ്തിട്ടില്ല. അവന് ദേഷ്യം തീർക്കാനാണെങ്കിൽ എന്നെ അങ്ങ് കൊന്നാൽ പോരായിരുന്നോ? ഒരു ഉറുപ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ കുഞ്ഞിനെ എന്തിനായിരുന്നു? അതുകൊണ്ട് എന്ത് നേട്ടമായിരുന്നു? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുകൊണ്ട് അശ്വിൻ്റെയും അമ്മുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. നമ്മുടെ ഉള്ളിലൊരു സംശയം മാത്രമല്ലേ അത്? അല്ല, ഇവിടെ CCTV ഒന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ? അശ്വിൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല, പിന്നീടാണ് ഞാനതൊക്കെ വെച്ചത്, അവൻ മറുപടി പറഞ്ഞു. അളിയ, നമുക്കറിയില്ലല്ലോ അവനാണോന്ന്. അവൻ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അശ്വിൻ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല, ഒന്നും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഇല്ലാതാക്കും. ഒരു കോടതിക്ക് ഞാനവനെ വിട്ടുകൊടുക്കില്ല. എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും ഞാനവനെ കൊന്നിരിക്കും. സിദ്ധുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അളിയൻ്റെ തീരുമാനം എന്താ? അശ്വിൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാണോ ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും വയ്യ അശ്വിൻ. കൂടെ നിന്ന് ചതിച്ചത് അവൻ തന്നെയാണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സിദ്ധു അശ്വിനെ നോക്കി പറഞ്ഞു. പക്ഷേ എങ്ങനെ? അശ്വിൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതിനവൻ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സിദ്ധു അമ്മുവിനെ നോക്കുന്നത് കണ്ടതും അമ്മു തിരികെ അവനെയും നോക്കി. ഇവളോടല്ലേ അവനെല്ലാം തുറന്നു പറഞ്ഞത്? അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവനുമായിട്ട് കൂടുതൽ അടുക്കാൻ അമ്മു ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അവൻ്റെ പദ്ധതി എന്തായിരുന്നുവെന്നും അവനാണോ ഇതിൻ്റെ പിന്നിൽ നിന്നതെന്നൊക്കെ എനിക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സിദ്ധു അവളെ നോക്കി പറഞ്ഞു. എന്താ അളിയൻ ഉദ്ദേശിക്കുന്നേ? അശ്വിൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ്റെ മനസ്സിലുള്ള പ്ലാൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ പ്ലാനാണെന്ന് അവൻ ഒരിക്കലും കരുതരുത്. സിദ്ധു അവരെ നോക്കി. അവൻ എന്തെങ്കിലും ഡൗട്ട്? അശ്വിൻ സംശയത്തോടെ ചോദിച്ചു. ഒരിക്കലും ഇതൊക്കെ നമ്മുടെ പ്ലാനാണെന്ന് അവൻ അറിയാൻ പാടില്ല. അത് അമ്മുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, സിദ്ധു പറഞ്ഞു. അതിന് അമ്മു അവനെ നോക്കി. അളിയനോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അശ്വിൻ എന്തോ ഓർത്തതുപോലെ അവനോട് പറഞ്ഞതും സിദ്ധു അതെന്താണെന്നുള്ള സംശയത്തോടെ നോക്കി. അത് എൻ്റെ കോളേജിലൊരു ഫ്രണ്ട് ഉണ്ട്, അമ്മുവിനും അറിയാം. അവളെന്നെ ഈയിടയ്ക്ക് പ്രപ്പോസ് ചെയ്തു. കോളേജ് കഴിഞ്ഞിറങ്ങിയിട്ട് അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നൊരു ദിവസം അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു. എന്നെ ഇഷ്ടമാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അവൾ പറഞ്ഞു.
അശ്വിൻ പറഞ്ഞു. ഷെറിൻ ചേച്ചിയാണോ? അമ്മു സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ അമ്മു, സിദ്ധിയുടെ ഡയറിയിൽ ഷെറിനെ പറ്റി ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് എന്നോട് കോളേജിൽ വെച്ച് ഇഷ്ടം ഉണ്ടായിരുന്നുവെന്നും സിദ്ധിയുടെ ഇഷ്ടം ഷെറിന് അറിയാമായിരുന്നുവെന്നും പലപ്പോഴും എന്നെ നോക്കരുത് എന്ന് ഷെറിൻ സിദ്ധിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സിദ്ധി ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ സംശയം അതല്ല. ഇങ്ങനെ സിദ്ധിയുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ ഒരിക്കൽ പോലും ഷെറിൻ എന്നോട് പറഞ്ഞിട്ടില്ല. അശ്വിൻ അവരെ നോക്കി പറഞ്ഞു. ഇതുമായിട്ട് എന്താ അശ്വിൻ ബന്ധം? സിദ്ധു ചോദിച്ചു. ഞാനത് പറയാൻ കാരണം അളിയൻ ഒരിക്കൽ പറഞ്ഞില്ലേ കോളേജിൽ വന്നപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞെന്ന് ഞാനും സിദ്ധിയും തമ്മിൽ പ്രണയത്തിലാണെന്ന്. അശ്വിൻ പറഞ്ഞു. അതെ, ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും തരുണും കൂടിയായിരുന്നു അന്ന് കോളേജിൽ വന്നത്. അന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാതെ തന്നെ ആ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. സിദ്ധിയുടെ സഹോദരനല്ലേ എന്ന് ചോദിച്ചിട്ട്. സിദ്ധു എന്തോ ഓർത്ത പോലെ പറഞ്ഞു. ആ കുട്ടിയെ കണ്ട അളിയൻ ഇപ്പോൾ ഓർമ്മയുണ്ടോ? അവൻ സംശയത്തോട് ചോദിച്ചു. കണ്ടാൽ മനസ്സിലാകും, സിദ്ധു വീണ്ടും പറഞ്ഞു. അശ്വിൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവളുടെ ഒരു ഫോട്ടോ സിദ്ധുവിനെ കാണിച്ചു കൊടുത്തു. അതെ, ഈ പെൺകുട്ടി തന്നെയാ അന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് അളിയനും സിദ്ധിമോളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞത്. അവൻ അശ്വിനെ നോക്കി പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്, അശ്വിൻ പറഞ്ഞു. എന്താ? അളിയൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷെറിനും റിനോഷും തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ ചാൻസ് ഇല്ലേ? അശ്വിൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ, അളിയൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നു. പക്ഷേ അവർ തമ്മിൽ എന്ത് ബന്ധം? ഇവർ തമ്മിൽ എന്ത് ബന്ധമായിരിക്കും ഉള്ളത്? സിദ്ധു സംശയത്തോടെ അവനോട് ചോദിച്ചു. അറിയില്ല, അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത്, തൽക്കാലം ഈ റിനോഷിനെ നമുക്ക് സംശയമുണ്ടെന്ന് അയാൾ ഒരിക്കലും അറിയാൻ പാടില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ പറയുന്നത്. എന്നെങ്കിലും അവൻ്റെ ഉദ്ദേശം പുറത്തു വരും. അമ്മുവിനോട് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും അവൻ ഓരോന്നും പറഞ്ഞ് അമ്മുവിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ പ്ലാനിൽ പറഞ്ഞതുപോലെ അമ്മു അവൻ്റെ സൈഡ് നിൽക്കണം. അവൻ പറയുന്നതെല്ലാം മോള് വിശ്വസിക്കുന്നതായിട്ട് അവനെ തെറ്റിദ്ധരിപ്പിക്കണം. മാക്സിമം സിദ്ധു അളിയനോട് ദേഷ്യമുള്ളതുപോലെ വേണം അമ്മു നിൽക്കാൻ. അളിയനും നീയും തമ്മിൽ ഇപ്പോൾ ഉടക്കി നിൽക്കുകയാണെന്നുള്ള രീതിയിൽ വേണം നീ അയാളോട് പെരുമാറാൻ. അളിയൻ തെറ്റുകാരനാണെന്നുള്ള രീതിയിലും അളിയൻ നിന്നെ ചതിച്ചതാണെന്നുള്ള രീതിയിലും വേണം നീ അവനോട് നിൽക്കാൻ. മോൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായോ? അശ്വിൻ അവളെ നോക്കി പറഞ്ഞു. അതെന്തിനാ ചേട്ടാ ഞാൻ അഭിനയിക്കുന്നത്? അത് തന്നെയല്ലേ സത്യം. ബേട്ടൻ എന്നെ ചതിക്കായിരുന്നില്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, നിന്നെയും ഞാൻ ചതിച്ചിട്ടില്ല. ശരിയാ നീ പറഞ്ഞത്. ആദ്യമൊക്കെ അങ്ങനെ നിന്നോട് പെരുമാറി എന്നുള്ളത് സത്യ. പക്ഷെ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതാണെങ്കിലും അവസാനം അവൻ്റെ വാക്കുകൾ ഇടറി. അതിന് അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ കണ്ണുകൾ തുടച്ചു. അതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമല്ലേ മോളെ, നീ അതൊക്കെ ക്ഷമിക്ക്. അശ്വിൻ അവളെ സമാധാനിപ്പിച്ചു. എനിക്ക് പറ്റുന്നില്ല ചേട്ടായി. ഒരാളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവന് തുല്യം സ്നേഹിച്ചിട്ട് അയാൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മളെ ചതിക്കായിരുന്നു എന്ന് തോന്നിയാൽ അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതൊക്കെ മറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ഓർമ്മയിലേക്ക് വരിക. പോട്ടേന്ന് വെക്കാം. പക്ഷെ അഭിയേട്ടൻ അവസാനം പറഞ്ഞ വാക്കുകളോ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണെങ്കിൽ പോലും അങ്ങനെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ ചേട്ടായി പറഞ്ഞത്. മറക്കാൻ പറ്റുന്നില്ല എനിക്ക്, അവൾ ദയനീയമായി പറഞ്ഞു. സിദ്ധു വിഷമത്തോടെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി. അശ്വിനും തിരികെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. മോളെ, അശ്വിൻ അവളെ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. ഇനിയും വരാൻ സാധ്യതയുണ്ട്. എന്തായി എന്നൊക്കെ അറിയാൻ. അളിയനില്ലാത്തപ്പോൾ നിന്നെ തിരക്കി അവൻ ഇനിയും വരും. അപ്പോൾ അവനോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉള്ളതുപോലെ നീ പെരുമാറാൻ പാടില്ല. അശ്വിൻ പറഞ്ഞതും അവൾ തലയാട്ടി. എനിക്ക് അവളെ ഒന്ന് കാണണം, ഷെറിനെ. അവൾക്ക് സിദ്ധി അറിയാമായിരുന്നോ എന്ന് എനിക്കറിയണം. പിന്നെ ഞാൻ ഇറങ്ങുക. അളിയൻ എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവൻ പറഞ്ഞതും അവൻ തല വിളിക്കി. അശ്വിൻ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അളിയൻ പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഒക്കെ തന്നെ ഓരോന്ന് പറഞ്ഞു പോകുമോ? സിദ്ധിയെപ്പറ്റി മോളും പറഞ്ഞില്ലേ? അശ്വിൻ അവളോട് ചോദിച്ചു. ഞാൻ സിദ്ധിയെ അറിയാതെ പറഞ്ഞതല്ലേ ചേട്ടായി. പക്ഷെ അവിയേട്ടനെ അറിയാലോ. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും സിദ്ധുവിന് വിഷമമായി. അശ്വിൻ വീണ്ടും അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അമ്മ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവൻ പറയുന്നത് മാത്രം കേട്ടിരുന്നു. അളിയനൊന്ന് വന്നേ. അശ്വിൻ അവനെ നോക്കി വിളിച്ചതും സിദ്ധു ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. അളിയൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അളിയൻ അവളോട് സംസാരിക്കുക. ആദ്യം ദേഷ്യം തോന്നുമെങ്കിലും അവൾ അളിയനോട് ക്ഷമിക്കും. അളിയനോട് ക്ഷമിക്കാതിരിക്കാൻ അവൾക്കൊരിക്കലും പറ്റില്ല, അവൻ പറഞ്ഞു. പിന്നെ അവനോട് യാത്ര പറഞ്ഞിട്ട് അശ്വിൻ ഇറങ്ങി. അശ്വിൻ പോയതും സിദ്ധു അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. സിദ്ധു പറഞ്ഞ ഓരോ വാക്കുകൾ ഓർക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് അതൊന്നും മറക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. അമ്മു സിദ്ധു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് വിളിച്ചു. അവിയേട്ടാ പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്, ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ, അവൾ ദയനീയമായി പറഞ്ഞു. അമ്മു ഞാൻ പറയുന്നത് പ്ലീസ് അവിയേട്ടാ, അവിയേട്ടൻ്റെ പെങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ അവിയേട്ടൻ്റെ ആരും അല്ലല്ലോ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ്. അവൾ വീണ്ടും പറഞ്ഞതും അവൻ അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു. ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് കാറിൻ്റെ കീയും എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളാണെങ്കിൽ അവൻ പോകുന്നതെന്നും നോക്കിയിരുന്നു. ഷെറിനുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ് അശ്വിൻ. വന്നിട്ട് കുറേ നേരമായെങ്കിലും അശ്വിൻ അവളോട് ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. എന്താ അശ്വിൻ, എന്താ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഇവിടെ വന്ന് നിൽക്കാനാണോ നീ കാണണമെന്ന് പറഞ്ഞേ?
ഷെറിൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഷെറിൻ, നിനക്കൊരു സിദ്ധി അറിയോ? നമ്മുടെ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ച സിദ്ധി. അവൻ ചോദിച്ചതും അവൾ ഞെട്ടി. എന്താ ഷെറിൻ, നിനക്കറിയില്ലേ? അവൾ ഞെട്ടുന്നത് കണ്ട് അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ഇത് സിദ്ധി അശ്വിൻ, സിദ്ധു സാറിൻ്റെ പെങ്ങളാണോ ആ മരിച്ചുപോയ പെൺകുട്ടി? അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, അത് തന്നെ. എന്താ, നിനക്കറിയോ? കോളേജിൽ 1-2 വട്ടം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊന്നുമില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. നീ അവളോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലേ? അവൻ വീണ്ടും എടുത്തു ചോദിച്ചു. ഇല്ല അശ്വിൻ, ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൻ്റെ കരങ്ങൾ അവളിൽ ഉയർന്നു താഴ്ന്നതും ഒന്നിച്ചായി. മുഖത്തു നോക്കി കള്ളം പറയുന്നോടി, അവൻ ദേഷ്യത്തോടെ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കവിളിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ സിദ്ധിയോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല അല്ലേ? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി. അത് ഞാൻ... അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. നിന്നോട് ഞാൻ ഒരു തവണ ചോദിച്ചു സിദ്ധി അറിയാമായിരുന്നുവെന്ന്. അപ്പം നീ അറിയാമെന്ന് പറഞ്ഞു. അതും കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, സംസാരിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കള്ളാണെന്ന് നിനക്കും എനിക്കും അറിയാം. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം നീ കേട്ടാൽ മതി. ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് സിദ്ധി അറിയായിരുന്നു. അതുമാത്രമല്ല, അവൾക്ക് എന്നോടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും നിനക്കറിയായിരുന്നു. ഒരിക്കൽ പോലും നീ അവളെ കൊണ്ട് അത് എന്നോട് പറയിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുമാത്രമല്ല, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കിയ നീ അതിൽ നിന്നും അവളെ ഭീഷണിപ്പെടുത്തിയും മറ്റും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാം കേട്ടുനിന്ന് അവൾ ഞെട്ടി. ഞാൻ ഇതൊക്കെ എങ്ങനെയായിരിക്കും അറിഞ്ഞതെന്നല്ലേ നീ ഇപ്പോൾ ചിന്തിക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ഇന്ന് ഞാൻ വെറുതെ എൻ്റെ അളിയനെ ഒന്ന് വിളിച്ച് സംസാരിച്ചു. ഞങ്ങളുടെ സംസാരത്തിനിടയിൽ എപ്പോഴും സിദ്ധിയുടെ കാര്യം കയറി വന്നു. അപ്പോൾ ആ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ പേര് ഞാൻ കേട്ടു. പിന്നെന്നാ നീ അവളുടെ പ്രണയത്തിൽ എതിരെ നിൽക്കുകയായിരുന്നുവെന്നും എന്നെ അവൾ നോക്കുന്നത് കൂടി നിനക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും അവൾ അളിയനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പലപ്പോഴും നീ അവളെ എതിർത്തിട്ടുണ്ടെന്നും അവൾ അളിയനോട് പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാടി ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിനക്ക് ഒരു മടിയില്ല അല്ലേ? എന്ത് നിസ്സാരമായിട്ടാ അവളോടൊന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് നീ ഇപ്പോൾ പറഞ്ഞത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് അശ്വിൻ, അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എനിക്ക് അതിനുള്ള ഉത്തരം മാത്രം നീ തന്നാൽ മതി. അവൻ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ എന്താണ് തന്നോട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള സംശയത്തോടെ അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. സിദ്ധി മരിച്ചതിന് ശേഷം സിദ്ധു കോളേജിൽ വന്ന് അന്വേഷിച്ചിരുന്നു അവളെപ്പറ്റി. അന്ന് അളിയനോട് ഞാനും സിദ്ധിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് നീയായിരുന്നോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി. ഞാനല്ല. അവൾ വീണ്ടും പറഞ്ഞതും അവൻ ഒന്നുകൂടി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ തിരികെ നോക്കി. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? അളിയൻ അന്വേഷിച്ചപ്പോൾ ഒന്നും മിണ്ടുക പോലും ചെയ്യാതിരുന്ന എന്നെയും അവളെയും ചേർത്ത് നീ എന്ത് കാര്യത്തിനാണ് പറഞ്ഞത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാനാകാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇപ്പം നീ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പോലീസിൽ അറിയിക്കേണ്ടി വരും. പോലീസിൽ അറിയിച്ചാൽ അവർ വന്ന് നിന്നെ ചോദ്യം ചെയ്യും. അവർ ചോദ്യം ചെയ്യണോ നീ എന്നോട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമോ? അവൻ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. പോലീസിൽ അറിയിക്കുമെന്ന് കേട്ടതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഞാൻ പറയാം, അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അവൻ കൈകൾ മാറിൽ കെട്ടി അവൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നിന്നു. അത് എനിക്കറിയാമായിരുന്നു സിദ്ധിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന്. കോളേജിൽ വെച്ച് പലതവണ അവളുടെ കണ്ണിൽ ഞാൻ നിന്നോടുള്ള പ്രണയം കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്നെ നോക്കുന്നതും നിന്നോട് സംസാരിക്കാൻ വരുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലതവണ ഞാൻ അവളെ അതിൽ നിന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്ന് ഒത്തുകൂടാൻ തീരുമാനിച്ചു. അവിടെ വെച്ചാണ് ഞാൻ റിനോഷിനെ കാണുന്നത്.